ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഏതൊരാൾക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സാൻഡ്വിച്ച് മേക്കറോ പാനോ ഒന്നും ഇല്ലാതെ, തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ലാതെ നമുക്കൊരു സാൻഡ്വിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഈ സാൻഡ്വിച്ച് റെഡിയാക്കുന്നതിനായി ഞാൻ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ ഈ ബ്രൗൺ കളർ വരുന്ന പാട്ടെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റേണ്ടതില്ല. ഞാൻ എല്ലാ ബ്രെഡും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 മുട്ട നന്നായി പുഴുങ്ങിയെടുത്തതാണിത്. ഇതിൻ്റെ മഞ്ഞക്കരുവും വൈറ്റ് പോർഷനും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി യെല്ലോ പോർഷൻ ഒന്ന് മാറ്റി വെച്ച ശേഷം വൈറ്റ് പോർഷൻ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് മുറിച്ചെടുക്കാം. ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താൽ മതി. 2 മുട്ടയുടെ വൈറ്റ് പോർഷനും ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ യെല്ലോ പോർഷൻ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സാൻഡ്വിച്ചാണിത്. വിശന്നിരിക്കുമ്പോഴും നല്ലൊരു ബ്രഞ്ചായും ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തു വയ്ക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഐറ്റമാണിത്. ഇതെല്ലാം നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ എഗ്ഗും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ വെജിറ്റബിൾസും ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. ക്യാരറ്റ്, ഒനിയൻ, ക്യാപ്സിക്കം തുടങ്ങി ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലോട്ട് ചേർക്കാം. ഞാൻ ഈ 2 വെജിറ്റബിൾസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലോട്ട് മയണൈസ് ചേർത്ത് കൊടുക്കാം. മയണൈസ് എല്ലാവർക്കും റെഡിയാക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയില്ലെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയി കണ്ടു നോക്കൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള അളവിൽ മയണൈസ് ചേർക്കാവുന്നതാണ്. ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയില വളരെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി ഇതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം എരിവിനാവശ്യമായ കുരുമുളക് പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യത്തിന് ഉപ്പോ വിനീഗറോ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് വേണമെങ്കിലും ഉപയോഗിക്കാം. ഉപ്പും വിനീഗറും എല്ലാം നമ്മൾ മയണൈസിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മയണൈസ് മിക്സ് ചെയ്ത ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത് 4ൽ കൂടുതൽ ബ്രെഡിനുള്ളതുണ്ടാവും. നിങ്ങൾ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുക്കുന്നുണ്ടെങ്കിൽ 1 മുട്ടയൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുത്താലും മതി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ വൈറ്റ് പോർഷൻ ഇതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കുന്നതിനായി നമ്മൾ നേരത്തെ സൈഡ് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് എടുത്ത് അതിന് മുകളിലായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് മുകളിലായി നമ്മുടെ ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുത്ത ശേഷം ഒന്ന് പരത്തി കൊടുത്ത് അതിന് മുകളിലായിട്ട് മറ്റൊരു ബ്രെഡ് സ്ലൈസ് കൂടി വെക്കാവുന്നതാണ്. ഇനി നന്നായി ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഒരു നൈഫ് ഉപയോഗിച്ച് ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുമെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതിന്. നമുക്ക് അടുത്ത സാൻഡ്വിച്ചും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി വീട്ടിൽ ബ്രെഡൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇനി വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്